എനിക്ക് ഹൽവ കഴിക്കാൻ തോന്നുന്നു. പെട്ടെന്ന് ഹൽവ ഉണ്ടാക്ക്. ത്രിവേദി സാർ എവിടെ? സോറി ഈ പാവത്താനെ പോലെ ഇരിക്കുന്ന ഓഫീസർ, ബ്രാക്കറ്റിൽ ഭർത്താവ്, അവന് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭാര്യയുടെ കാമുകന്റെ വീട്ടിലേക്ക് ചെന്ന് അവനെ കൊല ചെയ്തിരിക്കുന്നു. കമാൻഡർ കാവസ് മാണിക്ചോ നാനാവതി ഈസ് നോട്ട് ഗിൽറ്റി, യുവർ ഓണർ. ഇനി ഇവിടെ ആരും മിണ്ടി പോകരുത്. ലെറ്റ്സ് വോട്ട്. തീരുമാനം അറിയിക്കാൻ ജൂറീസ് കോടതിയിലേക്ക് എത്തുകയാണ്. കോടതി മുറിയിലേക്ക് ജഡ്ജി എത്തുകയാണ്. ജൂറി മെമ്പേഴ്സ്, നാനാവതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര കേസിൽ കമാൻഡർ കാവസ് നാനാവതിക്കെതിരെ 302 വകുപ്പ് അനുസരിച്ച് കൊലക്കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. ജൂറിയുടെ തീരുമാനം തയ്യാറായോ? യെസ് മൈ ലോർഡ്, ഇറ്റ്സ് റെഡി. മുൻഷിജി, ജൂറി മെമ്പേഴ്സിന്റെ എൻവലപ്പ് വാങ്ങിച്ച് അതിനുശേഷം ഇവിടെയുള്ള കൗൺസിലിനും ഈ കോടതിയിൽ എത്തിയിരിക്കുന്ന മറ്റെല്ലാവർക്കും ജൂറിയുടെ ഫൈനൽ വെർഡിക്റ്റ് മനസ്സിലാക്കി കൊടുക്കണം. കമാൻഡർ കാവസ് മാണിക്ചോ നാനാവതി, സെക്ഷൻ 302 അനുസരിച്ച് മർഡർ ചാർജ് നിങ്ങൾ പ്രേം ഭഗവാൻദാസ് സാഹുജിയെ കൊന്നതായി ആരോപിക്കുന്നു. സാധാരണ കൊലപാതകമല്ല. fucking honorable has been killed, my brother. He is not a killer. He is a hero. സോൾജിയർ എപ്പോഴും അതിർത്തിയിലാണ്. അന്ന് രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? ഞാനിത് ഒരിക്കലും സമ്മതിക്കില്ല. The nation is family. He is under threat. He kills. ഡൽഹിയിൽ ഇതിനെക്കുറിച്ചാണ് ഇപ്പോഴെല്ലായിടത്തും ചർച്ച. He in love to me. Enough. ആ നെറിയട്ടവള് വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ലായിരുന്നു. മാരിറ്റൽ സ്റ്റേറ്റസ് ഇടയിൽ വരാനേ പാടില്ല. കുറ്റം ചെയ്തിട്ടില്ല. ഇവിടെ ഡിഫൻസ് സിൽവിയ നാനാവതിയെ അവരെ ഒരു മോശക്കാരിയാക്കി മാറ്റി. എന്റെ ഭാര്യ ഒരിക്കലും ഡീഫോൾട്ട്. ഈ കേസ് ഒബ്ജക്ഷൻ മൈ ലോർഡ്. സോറി ടു സേവ് ദ ഇമേജ് ഓഫ് മൈ. ഒരാളുടെ വീട്ടിൽ കയറി അയാളെ കൊല്ലാൻ നിയമം ആരെയും അനുവദിക്കുന്നില്ല. അത് കുറ്റകരമാണ്. you are making a big mistake. Yes, she's lying. എനിക്ക് വേണ്ടി ഒന്ന് കൺസിഡർ ചെയ്യൂ. എല്ലായിടത്തും സംഭവിക്കുന്നതാ. ഒരിക്കലുമില്ല. I love Kawas Manikchand. How to death. ഈ കഥ കേൾക്കാൻ കൊള്ളാം. ജൂറിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാ കുറ്റവാളി കാവസ് മനിക്ഷ നാനാവതി ഈസ് നോട്ട് ഗിൽറ്റി. നല്ല തീരുമാനം. കാവസിന് പുറത്തു വിട്ടു. നമ്മുടെ കാവസ് കുറ്റവാളി അല്ലത്രേ, വെറുതെ വിട്ടു. നോട്ട് ഗിൽറ്റി. യെസ് സർ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് യെസ്. ജൂറിയുടെ അവസാന തീരുമാനം വന്നു സർ. സേ ഡാം ഇറ്റ്, നോട്ട് ഗിൽറ്റി. യെസ് സർ, നോട്ട് ഗിൽറ്റി. ഫാന്റാസ്റ്റിക്. വിൽസൺ സാർ, ഗുഡ് ന്യൂസ്, നോട്ട് ഗിൽറ്റി. ശാബാഷ്. അങ്ങനെ വരട്ടെ, നമ്മുടെ ആള് രക്ഷപ്പെട്ടു. Of course, നിരപരാധിയാ.
സൈലൻസ്. ഞാൻ ഈ കസേരയിൽ ഇരുന്ന് ജൂറിയുടെ പല തീരുമാനങ്ങളും വായിച്ചിട്ടുണ്ട്. ചില കേസുകളിൽ ഇവിടെയുള്ള ജൂറീസ് ചരിത്രപരമായ തീരുമാനമെടുത്തിട്ടുണ്ട്. ചില കേസുകളിൽ വളരെ ആവറേജ് ആയിട്ടും. ബട്ട് ദിസ് verdict is no verdict. This is a plot and the concept of justice system. And I declare this verdict as per was illegal and the one which makes joke of the entire justice system. I, Justice R.B. Mehta, overturn this verdict. And recommend this case to be tried again in the Bombay High Court. യുവർ ഓണർ, ആർ യു സീരിയസ്? ഇതൊരു വലിയ തമാശയാണ്. ലെറ്റ് മീ റിമൈൻഡ് യു, യു ഹാവ് നോ റോൾ ടു പ്ലേ ഇൻ ദ ജൂറിസ് വേർഡിക്ട്. യു ആർ ഓവർ സ്റ്റെപ്പിംഗ് യുവർ ജുഡീഷ്യൽ റൈറ്റ്സ്. Yes, Mr. Kandalawala, but only when the jury is in unanimity. കാരണം ഈ ജൂറിക്ക് ഏകകണ്ഠമായ ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല. 9-ൽ 8 ജൂറി അംഗങ്ങൾ നോട്ട് ഗിൽറ്റി എന്നാണ് നോട്ട് ചെയ്തിരിക്കുന്നത്. ഒരേ ഒരു ജൂറി അംഗം മാത്രമാണ് ഗിൽറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. And for your information, in case of fracture verdict, I have a bigger role than you to play. And using my legal power, I order this case be retrialed in Honorable Bombay High Court and send Commander Kavas Monikshaw Nanavati to police custody. യുവർ ഓണർ, യു ആർ മേക്കിംഗ് എ ബിഗ് മിസ്റ്റേക്ക്. അങ്ങ് ഇവിടെ നിൽക്കുന്നത് പ്രോസിക്യൂഷന് ഫേവർ ആയിട്ടാണ്. ഇറ്റ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ. സാർ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? A lawyer of the stature of Mr. Kandalawala is questioning the judgment of a honorable judge. മിസ്റ്റർ ജെഡ് മലാനി, നിങ്ങൾ വാച്ചിങ് ബ്രീഫിലാണുള്ളത്. നിങ്ങൾ പ്രോസിക്യൂഷൻ ലോയർ അല്ല. അതുകൊണ്ട് ജസ്റ്റ് ഷട്ട് അപ്പ്. Silence! എന്റെ തീരുമാനം ഫൈനലാണ്. ഇപ്പോൾ ഒരു കൗൺസിലിന്റെയും ആർഗ്യുമെന്റ് കേൾക്കാൻ ഞാൻ തയ്യാറല്ല. ഇവിടുത്തെ സ്റ്റെനോഗ്രാഫർ എന്റെ ഓർഡർ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു. അതെ, പറയുന്ന കേക്ക്. നിങ്ങൾ എല്ലാവരോടും കൂടി പറയുവാണ്, നിങ്ങൾ കോടതിയിൽ അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചാൽ പിന്നെ നിങ്ങളെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും. അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ആ ബുദ്ധിയില്ലാത്ത ജൂറി മെമ്പറെ ഞങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കൂ. ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോയിക്കോളാം. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ജനങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കും, കുറച്ചു നേരം ഒച്ച വയ്ക്കും, അത്രയേ ഉള്ളൂ. കുറെ നേരം കഴിയുമ്പോൾ ക്ഷീണിച്ച് വീട്ടിലേക്ക് പോകും. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. പോലീസ് സംരക്ഷണത്തോടെ നിങ്ങളെ വീട്ടിലെത്തിക്കാം. ആൻഡ് ടുമോറോ സർ, ഞാൻ എൻ്റെ അമ്മയോടൊപ്പം ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളാ. നാളെ ഇവരൊക്കെ അവിടെ വന്ന് എന്നെ അറ്റാക്ക് ചെയ്താലോ? ഞാൻ എന്താ സർ ചെയ്യാ? സർക്കാർ നിങ്ങൾക്ക് പോലീസ് സെക്യൂരിറ്റിയും തരും. നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ. സർ, ഗുഡ് ആഫ്റ്റർനൂൺ. 3 മണിക്കൂറായിട്ട് ഡെലിവറി നടക്കുന്നുണ്ട്. ഈ ടിന്നും ഈ ലെറ്ററും ഇപ്പോഴാണ് വന്നത്. ഡിയർ റൂസി, ഇതിനു മുൻപ് എത്രയോ കേസുകൾ ഞാൻ ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഡബിൾ സന്തോഷമാണ്. ബിക്കോസ് ഐ നോട്ട് ജസ്റ്റ് ബ്രിങ്ങിങ് ഡൗൺ കമാൻഡർ കാവസ് നാനാവതി ബട്ട് ദി മൈറ്റി ലൂസി കറഞ്ചിയ 2. ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള കറാച്ചി ഹൽവ അയക്കുന്നുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ഓർമ്മ വരും. കറാച്ചി ആൻഡ് ഡിഫീറ്റ്. സാറേ, ഇത് ആരയച്ചതാ? ഉമി. രാമായണം തീർന്നപ്പോ രാമൻ ആരാണെന്ന് ചോദിക്കുന്നു.
ബോംബെയുടെ ഗവർണറായ ഈ ഞാൻ ഒരു കാര്യം ഇവിടെ അഭിമാനത്തോടെ പറയുകയാണ്. അതായത് ഗുജറാത്ത് പിന്നെ മഹാരാഷ്ട്ര ഇതിൻ്റെയൊക്കെ വികസനത്തിന് വേണ്ടി ഈ രണ്ടിനെയും 2 സംസ്ഥാനങ്ങളാക്കി മാറ്റണമെന്ന് പെർമിഷൻ നൽകി നമ്മുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുൻകൈ എടുത്തിരിക്കുകയാണ് എന്ന് ഞാനിവിടെ പറഞ്ഞുകൊള്ളട്ടെ. യെസ്, please excuse me for 2 minutes. ഓക്കെ സർ. ഇത്രയും വലിയൊരു അർജന്റ് മീറ്റിംഗ് നിർത്തിവെച്ചിട്ട് അങ്ങനെ എന്ത് പറയാനാണ് ഇങ്ങോട്ട് വന്നത്? നമ്മുടെ സ്റ്റേറ്റിന് ഇന്നത്തെ ഈ ദിവസം എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാമോ? പറയണം. എക്സ്ട്രീംലി സോറി സർ. കമാൻഡർ നാനാവതിയുടെ നേവൽ കസ്റ്റഡിക്ക് താങ്കളുടെ സിഗ്നേച്ചർ ആവശ്യമാണ്. നേവൽ കസ്റ്റഡിയോ? പക്ഷെ അദ്ദേഹത്തിന് ഹൈക്കോർട്ടിൽ കൺവിക്ഷൻ ഉണ്ടല്ലോ, അയാൾ ജയിലിലല്ലേ? സർ, കമാൻഡർ നാനാവതിയുടെ ജുഡീഷ്യൽ കസ്റ്റഡിക്ക് പ്രകാരം നേവൽ കസ്റ്റഡിയിൽ വെക്കാനുള്ള റിട്ടാണ് സർ. പക്ഷേ ഇതുപോലെയുള്ള ഓർഡർ പാസ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഞങ്ങൾക്ക് താങ്കളുടെ സഹായം വേണം സർ. സാറേ, PM ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. സാറിന് വായിച്ചിട്ട്. ഇപ്പം ഞാനിത് വായിച്ചാലും വായിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? പണ്ഡിറ്റ് സർ, ഞങ്ങളിപ്പോൾ കേട്ട കാര്യം സത്യമാണോ? ചൈനയെ അറ്റാക്ക് ചെയ്യാൻ താങ്കൾ ഓർഡർ നൽകിയെന്ന് കേട്ടു. ഇറ്റ് ഈസ് ജസ്റ്റ് എ സെക്യൂരിറ്റി പ്രോട്ടോകോൾ. പണ്ഡിറ്റ് ജി, ഇതിന്റെ പേരിൽ ചൈന നമ്മളെ ആക്രമിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? വെൽ, വി ഹാവ് ഗുഡ് റിലേഷൻസ് വിത്ത് ചൈന സിൻസ് വി സപ്പോർട്ടഡ് ടു വീറ്റോ പവർ ടു ചൈന ഇൻ ദ യുണൈറ്റഡ് നേഷൻസ്. പണ്ഡിറ്റ് ജി, നാനാവതി കേസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? Menon sir will answer that question. Ladies and gentlemen, please excuse me. സാർ, ഞങ്ങൾക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നതിന് ശേഷവും കമാൻഡർ കാവാസിനെ ജയിലിലിടുന്നതിന് പകരം നേവൽ കസ്റ്റഡിയിലാണ് വെച്ചിരിക്കുന്നത്. ഗവൺമെന്റ് എന്തിനാണ് ഇദ്ദേഹത്തെ ഇത്രയധികം സഹായിക്കുന്നത്? ഇതിൽ സഹായത്തിന്റെ കാര്യം ഒന്നും തന്നെയില്ല. കമാൻഡർ നാനാവതിയുടെ അപ്പീൽ സുപ്രീം കോടതിയിൽ ഇനിയും പെൻഡിങ്ങിൽ തന്നെയാണ് ഉള്ളത്. നേവിയുടെ റിക്വസ്റ്റ് അനുസരിച്ചാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് അദ്ദേഹത്തിനെ നേവൽ കസ്റ്റഡിയിൽ വെക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. സർ, മറ്റൊരു കാര്യം കൂടി കേൾക്കുന്നുണ്ട്. മഹാരാഷ്ട്ര ഗവർണറിന് ഓവർ പ്രഷർ കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചതാണെന്ന് കേൾക്കുന്നു. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? മിസ് ചാറ്റർജി, നിങ്ങൾ ഇപ്പോഴെല്ലാം വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഒരു പ്രാവശ്യം ചെവി നല്ലതുപോലെ ചെക്ക് ചെയ്യൂ. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻ ഒന്നും വേണ്ട. താങ്ക് യു വെരി മച്ച്. എന്താ അവർ സന്യാസിനിയായോ? മനുഷ്യന്മാർ ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ എന്തൊക്കെയോ എക്സ്പെരിമെന്റ് ചെയ്യും. മേമി സത്യസായിബാബയുടെ ഡിവോട്ടിയായി മാറിയിരിക്കുന്നു. ഈ കോടതിയും കേസും ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറിപ്പോയതാണോ? ഒന്ന് ആലോചിച്ച് നോക്കി, അവരുടെ കൂടെ മല്ലടിച്ച് എൻ്റെ ഗതി എന്തായെന്ന്. നിങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. ഈ നേവി ആൾക്കാരോടൊപ്പം പോരാടി എൻ്റെ തോല് പെരുമത്തോലായി മാറിയിരിക്കുക. ഇത് വെച്ച് ഫ്യൂച്ചറിൽ എത്ര പേര് വന്നാലും നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. How are you? സെഷൻ കോർട്ട്, ഹൈക്കോർട്ട്, പിന്നെ സുപ്രീം കോർട്ടിൽ സബ്മിറ്റ് ചെയ്ത എവിഡൻസ് വെച്ച് ഈ കോടതി ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അതായത് പ്രേം അഹൂജ സിൽവിയ നാനാവതിയെ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെട്ടിരുന്നു. കാവസ് നാനാവതി വെടിവെച്ചതിന് ശേഷം ആരോടും അത് പറഞ്ഞില്ല. അതായത് ആക്സിഡന്റലി ആണത് സംഭവിച്ചതെന്ന്. രണ്ടുപേർക്കുള്ളിൽ വഴക്ക് നടന്നു എന്നത് ഒരു ആർട്ടിഫിഷ്യലായ കാര്യമാണ്. കാവസ് മാണിക് ഷോ നാനാവതി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വെച്ച് ഒരു കാര്യം കൃത്യമായി മനസ്സിലായി. ഈ മർഡർ പ്രീ പ്ലാൻഡ് ആണ്. ദിസ് കോർട്ട് ചാർജസ് കാവസ് മാണിക് ഷോ നാനാവതി ഗിൽറ്റി ഫോർ മർഡർ അണ്ടർ സെക്ഷൻ 302 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ്. ഹൈക്കോടതി നൽകിയ ജീവപര്യന്തര ശിക്ഷ ഇവിടെ ഉറപ്പിച്ചിരിക്കുകയാണ്. പ്രതിയെ ഉടൻ തന്നെ ജയിലിലേക്ക് മാറ്റണമെന്നും ഉത്തരവിടുന്നു. ദി കോർട്ട് ഈസ് അഡ്ജേൺഡ്.
സോ നൈസ് ഓഫീസ് ഹാഫ്. വളരെ സൈലൻറ്റുമാണ്. സൈലൻസ് ആർക്കാ ഇഷ്ടം? ഐ ഡോണ്ട് ലൈക്ക് ദ സൈലൻസ്. ആ സമയത്ത് സൈലൻസ് ആർക്കും അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. ദി ഗവൺമെന്റ്, ദ നേവി, ദേ വോണ്ട് ഗോയിങ് ടു സിറ്റ് ബാക്ക് ക്വൈറ്റ്. ഒരു പ്രളയം തുടങ്ങാനിരിക്കുകയായിരുന്നു. ബട്ട് സർ, അതിനുശേഷം ഒന്നുമില്ലല്ലോ. കാരണം ഹി വാസ് ഇൻ ജയിൽ, സോ ദ സ്റ്റോറി വാസ് ഓവർ. ദാറ്റ്സ് വാട്ട് മേക്ക് ദ സ്റ്റോറി ഇൻട്രസ്റ്റിംഗ്. യു വാച്ച് ഗെയിം ഓഫ് ത്രോൺസ്? സർ, ഗെയിം ഓഫ് ത്രോൺസ്? നീ എന്നെ അങ്ങനെ നോക്കണ്ട. ഐ ഫോളോ പോപ്പ് കൾച്ചർ. ദാറ്റ് ഇസ് റിയലി കൂൾ സർ. ആ ഗെയിം ഓഫ് ത്രോൺസിൽ വാട്ട്സ് ദാറ്റ് ബോയ്സ് നെയിം? ആ ചുരുട്ട മുടിയുള്ള പയ്യൻ, പ്രിറ്റി ബോയ്, ജോൺ സ്നോ. ജോൺ സ്നോ മരിച്ചതിന് ശേഷം ദർ വാസ് എൻ ഇൻക്രെഡിബിൾ ന്യൂ സീസൺ, റൈറ്റ്? അതേപോലെ കാവസ് മാണിക് ഷാ നാനാവതി അറസ്റ്റ് ആയതിനു ശേഷം ഈ കേസിന്റെ പുതിയ സീസൺ ആരംഭിക്കുന്നു. താങ്ക്സ് സർ. ഐ എം ഓൺ ഡ്യൂട്ടി. Don't worry, Admiral. This is plain tonic. No gin in it. The war is round the corner. അത് മാത്രമല്ല, ഇന്ത്യൻ നേവിയുടെ ചീഫ് is so stressed. Not a good sign. യു നോ വാട്ട് ഈസ് വൈസ്? എൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം കാവസിന് മാത്രമാണ് എൻ്റെ സ്ഥാനത്ത് നേവി ചീഫായിട്ടിരിക്കാൻ യോഗ്യതയുള്ളൂ. ചൈനയുടെ ബെസ്റ്റ് ഓഫീസേഴ്സ് നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ എൻ്റെ ബെസ്റ്റ് ഓഫീസറോ ജയിലിലിരുന്ന് ഗോതമ്പുണ്ട കഴിക്കും. സുപ്രീം കോർട്ടിൻ്റെ വേർഡി കാരണം ഫുൾ ഡിഫൻസ് ഫോഴ്സിൻ്റെ മോറൽ ഡൗൺ ആയിരിക്കുകയാണ്. I understand your situation. And I'm really sorry, Admiral. എനിക്ക് ഫോഴ്സസിന്റെ മോറലിനെ പറ്റി വലുതായിട്ടൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ഈ രാജ്യത്തെ ജനങ്ങളുടെ മൊറയിൽ വളരെ ഉയരത്തിലാണ്. These are the letters by the public for their hero, Commander Kavas Nanavati. Don't worry, Admiral. അവരവരുടെ ഹീറോയെ അങ്ങനെ പെട്ടെന്ന് വിട്ടുകളയില്ല. പ്രാർത്ഥിക്കാതെ അവർക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്? A lot. Don't forget, you got guns, but they have the better weapon. Which is? Democracy. ഈ രാജ്യത്ത് അതേ നടക്കൂ, അഡ്മിറൽ. ജനങ്ങളുടെ ഭരണം. 721 AD നമ്മൾ പാർസികൾ ഈ മണ്ണിൽ ആദ്യമായി കാലുപതിപ്പിച്ചപ്പോൾ കിങ് ഓഫ് ഗുജറാത്ത് ഒരു സമ്മാനം അയച്ചു. എ ബൗൾ ഫുൾ ഓഫ് മിൽക്ക്. ദ മെസ്സേജ് വാസ് വെരി ക്ലിയർ. എത്ര സ്ഥലമോ അത്രയും ജനങ്ങൾ. നമ്മളോട് പുറത്തു പോകാൻ പറഞ്ഞു. ബിക്കോസ് ദർ വാസ് നോ പ്ലേസ് ഫോർ അസ്. ബട്ട് വി ഡിഡ് നോട്ട് ലീവ്. ഇൻസ്റ്റഡ് നമ്മൾ ആ പാലിൽ പഞ്ചസാര കലക്കി രാജാവിന് തിരിച്ച് സന്ദേശം അയച്ചു. അതായത് ഈ പാർസി ജനങ്ങൾ പാലിൽ പഞ്ചസാര പോലെ കലങ്ങുക മാത്രമല്ല, ആ പാലിന് മധുരം നൽകുവാനും കഴിയുമെന്ന് പറഞ്ഞു. പല വർഷങ്ങളായി പാർസികൾ ഇങ്ങനെയാണ് ജീവിക്കുന്നത്. ജസ്റ്റ് ട്രൈ ആൻഡ് ഇമാജിൻ ദിസ് കൺട്രി വിതൗട്ട് ദാദാബായ് നെഹ്റുജി, ജംഷേദ്ജി ഗോദ്രേജ് ആൻഡ് ഫോർ ദാറ്റ് മാറ്റർ നമ്മുടെ കമാൻഡർ കാവസ് മാണിക് ഷാ നാനാവതി. ഒരു ഓണസ്റ്റ് ഓണറബിൾ സോൾജിയർ. അദ്ദേഹമാണ് ആ ബൗൾ ഓഫ് മിൽക്ക് പ്രൊട്ടക്ട് ചെയ്തത്. അതായത് 1000 വർഷങ്ങൾക്ക് മുൻപ് നമ്മളത് മധുരമുള്ളതാക്കിയിരുന്നു. I have no doubt Kavas is guilty. പ്രേം അഹൂജ മരിച്ചതിന് അദ്ദേഹമാണ് കാരണം. But do not forget, അദ്ദേഹം വെറും ആയുധം മാത്രമാണ്. അദ്ദേഹം കൊന്നു. Whereas the real killer was Prem Ahuja himself and his dirty deeds which tried to destroy and malign a family, the Nanavati family. An honorable soldier എന്താ ചെയ്യാ? When his motherland, his nation, his country which is his family is under threat, he kills. And that exactly what his Kavas did. An honest man. Kavas surrendered himself. He spoke the truth. And after 1142 years, you're facing a question. Does the truth deserve to be punished? ആ സത്യത്തെ ബഹുമാനിച്ച് നമുക്ക് ക്ഷമിക്കാമോ?
ഇന്ന് നമുക്ക് ന്യായം കിട്ടിയില്ലെങ്കിൽ ദാറ്റ് മിൽക്ക് വിൽ ഗോ ബിറ്റർ. ലെറ്റ്സ് സെൻഡ് ദിസ് മെസ്സേജ് ടു ദ കിങ്. 2 ദിവസത്തിനകം നവറോസ് ഉണ്ട്. Let us do what all Parsis do. Let's ask the forgiveness from the government for the sin Kavas has committed. Unknowingly, let's stand united and say it in one voice. ഞങ്ങളുടെ കാവസ് മാണിക് ഷാ നാനാവതി തീർച്ചയായും പുറത്തു വരേണ്ടതാണ്. I want each one of you to sign the mercy petition. Cadet, pack up. കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. Okay, sir. വൈകിട്ടൊരു പാർട്ടിയല്ലേ? ജിതേന്ദ്ര സർ, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ അടുത്ത പടത്തിൽ ഒരു വേഷം ചെയ്യാൻ. നിങ്ങളെ ഭൂഷൺ സാറിന് ഇഷ്ടപ്പെട്ടാൽ മതി. എനിക്കൊക്കെയാണ്. ഓൾ ദി ബെസ്റ്റ്. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ, ശാന്തി ഭൂഷൺ സർ, നമ്മുടെ ആദ്യത്തെ പടം പൂർത്തിയായി. സോ നിങ്ങൾ നല്ല ആക്ട്രസാ. അത് ഒരു വട്ടം എഡിറ്റിംഗ് കാണാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. ഓക്കെ. ആ മേക്കപ്പ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. ശരി മാം. അദ്ദേഹം എന്താ പറഞ്ഞേ? ആലോചിക്കാന്നു. അടുത്തത് അദ്ദേഹത്തിന്റെ 25th ഫിലിം അത്ര. അതിലൊരു വേഷം കിട്ടിയാ അത് മതി. നിങ്ങളും ഒരു സ്റ്റാർ അല്ലേ? 2ഉം 4ഉം അല്ല, നിങ്ങളുടെ പല പടങ്ങളും ഹിറ്റ് അല്ലേ? മാഡത്തിന് എന്നെ ഹീറോയെ തെരഞ്ഞെടുത്തൂടെ? നീ കുടിച്ചിട്ടുണ്ടോ? പുറപ്പെടാം. അദ്ദേഹത്തിനെ വിളിക്കും. ഓക്കെ സർ. സർ, കമാൻഡർ സർ താങ്കളെ വിളിക്കുന്നു. ഇത് നിങ്ങൾക്കുള്ളതാ. കമാൻഡർ, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. പുറത്ത് പാർസികളും സിന്ധികളും തമ്മി കൊല്ലാൻ കാത്തു നിൽക്കുകയാണ്. പക്ഷെ നീ എനിക്ക് വീട്ടിലെ ഭക്ഷണം തരുന്നു. ആ ജനക്കൂട്ടത്തിനൊന്നും തലച്ചോറ് കാണില്ല സർ. അവരെല്ലാം വിഡ്ഢികളാ. അവർക്ക് എന്തറിയാം? ഒരുപക്ഷെ പ്രേം പാർസി ആയിരുന്നെങ്കിൽ ഞാൻ ജയിലിൽ തന്നെ കണ്ടിനി. കമാൻഡർ, രാം പറഞ്ഞിരുന്നു എന്നെ നീ കാരണമാണ് അകത്തിട്ടതെന്ന്. ശരിയാണോ? കോഇൻസിഡൻസ് സർ. കമാൻഡർ, ഒരു കാര്യം പറഞ്ഞേ പറ്റൂ. നിന്റെ യൂണിഫോമിന്റെ മുമ്പിലെ ഞങ്ങളുടെ ഈ ഫ്രീഡം ഫൈറ്ററിന്റെ ബുക്കില്ലേ, മൊത്തത്തിൽ മുട്ടുകുത്തിയിരിക്കുക. ഇപ്പൊ തന്നെ കണ്ടില്ലേ ജയിലിനകത്ത് നിന്റെ ഡ്രസ്സ്, എൻ്റെ ഡ്രസ്സോ? ദിവസവും നിനക്ക് വീട്ടിൽ നിന്നാണ് ഭക്ഷണം വരുന്നത്. ഞങ്ങൾക്ക് ഭക്ഷണോ? ഉണങ്ങിപ്പോയ റൊട്ടിയും പിന്നെ കുറെ പരിപ്പ് കറിയും വെള്ളവും. ഞങ്ങളുടെ ഗതി കണ്ടില്ലേ? ഭായ് പ്രതാപ്, താങ്കൾ ഒരു ഫ്രീഡം ഫൈറ്റർ ആയതുകൊണ്ട് ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. നാളെ മുതൽ 2 ടിൻ ഇവിടെ വരും. ഒന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒന്ന് എൻ്റെ വീട്ടിൽ നിന്നും. ദാറ്റ്സ് എ പ്രോമിസ്. സാർ, ഈ ഫ്രീഡം ഫൈറ്ററിന് ഒരു സ്മഗ്ലർ എന്നാണ് പറയുന്നത്.
ഈ കേസ് തന്നെ ഒട്ടും ശരിയല്ല. അദ്ദേഹം ഒരു ഫ്രീഡം ഫൈറ്റർ ആണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ കാര്യത്തിൽ ഞങ്ങൾ തർക്കിക്കുന്നില്ല. പക്ഷെ കിട്ടിയിട്ടുള്ള തെളിവുകളെല്ലാം പറയുന്ന കാര്യം ഈ ഫ്രീഡം ഫൈറ്റർ ഇപ്പോ സ്മഗ്ലിംഗ് ചെയ്യുകയാണ്. ഇദ്ദേഹത്തിന്റെ എല്ലാ ബിസിനസ് ഡീറ്റെയിൽസും കോടതിക്ക് നൽകിയിട്ടുണ്ട്. സർ, ഒരു ചെറിയ ചീറ്റിംഗ് കേസാണ്, അത് സ്മഗ്ലിംഗ് കേസാക്കി മാറ്റിയിരിക്കുകയാണ്. പിന്നെ ജൂറിയെ കൺവിൻസ് ചെയ്ത് 15 മാസം ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു. ഐ എക്സ്പെക്ട് ബെറ്റർ ജഡ്ജ്മെന്റ് ഫ്രം ഹൈക്കോർട്ട്. ഞാൻ പറയുന്നതൊക്കെ ഒന്ന് മാത്രമാണ് സർ. ഈ കേസിന്റെ കൂടെ കുറച്ച് ബുദ്ധിയെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ, അൺലൈക്ക് ദി അമേച്ചർ ജഡ്ജ്മെന്റ് പാസ് ബൈ ദി സെഷൻ കോർട്ട്. നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ജെറ്റ്മലാനി? 15 മാസം ശിക്ഷയെ ടോക്കൺ പണിഷ്മെന്റ് ആണെന്നാണ് പറയുന്നത്. ദിസ് ഇസ് ടോട്ടലി അൺഫെയർ. യു ആർ റൈറ്റ് മിസ്റ്റർ ജെറ്റ്മലാനി സർ. 15 മാസം പനിഷ്മെന്റിനെ ടോക്കൺ പനിഷ്മെന്റ് എന്ന് പറയാൻ പാടില്ല. സോ ഐ ചേഞ്ച് ഇറ്റ് ടു എ റെഗുലർ പനിഷ്മെന്റ് ഫോർ 5 years. സർ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്താ നടക്കുന്നത് ഇവിടെ? കോർട്ടിൽ എന്താ കോമഡിയാണോ നടക്കുന്നത്? മിസ്റ്റർ ജെറ്റ്മലാനി, സർ, ദിസ് ഇസ് ടോട്ടലി അൺഫെയർ. മിസ്റ്റർ ജെറ്റ്മലാനി, കോർട്ടിനെ അവമതിച്ചതുകൊണ്ട് നിങ്ങൾക്ക് 200 രൂപ പെനാൽറ്റി ഇടുകയാണ്. സർ, പക്ഷേ ഇനി ഒരു അക്ഷരം സംസാരിച്ചാൽ ഈ പിഴ 1000 രൂപയായി വർദ്ധിക്കും. മനസ്സിലായോ? നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? I need your help. I'm sorry, I can't help you. I want to talk to Mummy. About? I want you to convince her to sign the mercy petition for Kavas. Then why would you do that? രാം, എന്നെ പുറത്തു കൊണ്ടുവരാൻ എന്തെങ്കിലും വഴിയുണ്ടാവുമല്ലോ അല്ലേ? She knows it's not easy to live without a father. I will speak to Mimi. But only on one condition. സിൽവിയ, ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നൽകിയേ മതിയാവൂ. ഐ ഫീൽ ദാറ്റ്. എന്തൊരു അസംബന്ധമാണിത്? ഇതിനാരാ നിങ്ങൾക്ക് പെർമിഷൻ തന്നത്? ഐ ആം ജസ്റ്റ് ട്രൈയിങ് ടു ഹെൽപ്പ്. ഐ ഡോണ്ട് നീഡ് യുവർ ഹെൽപ്പ്. ഇതിനുശേഷം നിങ്ങളുടെ ഈ ചീപ്പ് ന്യൂസ് പേപ്പറിൽ എന്റെ ഫാമിലിയെ കുറിച്ച് ഒന്നും തന്നെ പ്രിന്റ് ആവാൻ പാടില്ല. മിസ്റ്റർ നാനാവതി, ബ്ലിറ്റ്സിൽ എന്ത് പ്രിന്റ് ചെയ്യണം, പ്രിന്റ് ചെയ്യേണ്ടെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ വൈഫിന് അഫെയർ ഉണ്ടായിരുന്നു. നിങ്ങളൊരു ഇന്നസെന്റ് ആളെ മർഡർ ചെയ്തു. ഐ വിൽ പ്രിന്റ് ഇറ്റ്. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചില്ലെങ്കിലും ഐ വിൽ പ്രിന്റ് ഇറ്റ് ബിക്കോസ് ബ്ലിറ്റ്സ് ഇസ് മീ. ആൻഡ് ട്രസ്റ്റ് മീ, ജനങ്ങൾ എന്നെ വിശ്വസിക്കും. What a waste. You don't get it, Kavas. It's not about you or your family or the Parsi community. It's about my country. You are a soldier, a respected naval officer, a national hero. I'm just trying to save the image of my country. Get that right. Apine. If you have temper issues, you go and see a shrink. ഇത് നീ ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ. സിൽവിയ, പാക്ക് യുവർ ബാഗ്സ്. എന്നിട്ട് കുട്ടികളെ കൂട്ടിക്കൊണ്ട് ഇപ്പൊ തന്നെ ഇംഗ്ലണ്ടിലേക്ക് പോകണം. Kavas! പറയുന്ന കേൾക്ക്. I won't leave you in the middle of this. പക്ഷെ എന്റെ കുട്ടികൾ ഇവിടെ ബുദ്ധിമുട്ടുന്നു. എന്റെ കുട്ടികൾ എന്തിനു സഫർ ആകണം? ഡു സംതിങ് സിൽവിയ. ഈ മോശമായ സ്ഥലത്ത് നീ നിൽക്കാൻ പാടില്ല. ബാബ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മുമ്പ് കോർട്ട് വേർഡിക്റ്റ് വരുന്നതിന് മുമ്പ് ഭയങ്കര ടെൻഷനായിരുന്നു. എന്നാണോ കാവസിന് ശിക്ഷ പ്രഖ്യാപിക്കാൻ പോകുന്നത് അന്നെനിക്ക് സമാധാനം കിട്ടുമെന്ന് വിചാരിച്ച്. പക്ഷെ ഇപ്പോഴും എനിക്ക് ഉറക്കം വരുന്നില്ല. ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷവും മനസ്സിനൊരു സമാധാനവും ഇല്ല. മനസ്സമാധാനം കിട്ടാനും എൻ്റെ ഓർമ്മകളെ നശിപ്പിക്കാനും എന്താ ചെയ്യേണ്ടത്?
നീ ഇതുവരെ ഒരു മായാലോകത്തായിരുന്നു. എന്ന് നിന്റെ സഹോദരന് ഒരു ന്യായം ലഭിക്കുന്നുവോ അന്നേ നിനക്ക് മനസമാധാനം ലഭിക്കൂ. പക്ഷെ നമ്മുടെ ഈ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. മനസ്സിൻ്റെ യഥാർത്ഥ സമാധാനം പകരം വീട്ടുന്നത് കൊണ്ട് ലഭിക്കില്ല, ക്ഷമിക്കുന്നത് കൊണ്ട് മാത്രമേ ലഭിക്കൂ. I, Vijay Lakshmi Pandit, do solemnly affirm that I will faithfully execute my duties as the Governor of Maharashtra and will do the best of my ability to preserve, protect and defend the Constitution and the law, and that I will devote myself to the service and well-being of the people of Maharashtra. ഇതൊരു വലിയ മാറ്റമാണ്. മഹാരാഷ്ട്രയിലെ ആദ്യത്തെ സ്ത്രീ ഗവർണർ. അതുകൊണ്ടായിരിക്കും ചായക്ക് ഇത്ര മധുരം വന്നത്. അവരെങ്ങനെ കേൾക്കും? Yeah, it's absolutely matter of that. താങ്ക് ഗോഡ് വി ആർ ഇൻ എ ഡെമോക്രസി. ഇവിടെ അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത് ജനങ്ങളുടെ താല്പര്യം തന്നെയാണ്. Let me tell you the best get secret, Katari. ഗവർണറുടെ ആഗ്രഹപ്രകാരമേ ഇവിടെ എല്ലാം സംഭവിക്കൂ. അപ്പോ നമ്മുടെ ഗവർണർ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്കത് മെല്ലെ മനസ്സിലാകും. ഹലോ ഹലോ മാഡം. മാഡം. Admiral Katari and Mr. Karanchia, how are you? I am very well, thank you. Congratulations. Oh, thank you very much. താങ്കൾ എന്താ ചായ എടുത്തില്ലേ? പ്ലീസ്. Sure. So what are the plans? I mean, what are you going to start with? Starting with the right of minorities. Muslims. No, women. Yes, of course. So we will see. What is keeping you busy these days? You, Madam Governor. Really? ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബോംബെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കമാൻഡർ കാവസ് നാനാവതിയെ ക്ഷമിച്ച് വിട്ടേക്കണമെന്നതാണ്. ആൻഡ് ഐ ആം ബിസി ഇൻ ഫിഗറിംഗ് ഔട്ട് മാഡം ഗവർണർ എന്താ വിചാരിക്കുന്നതെന്ന്. പണ്ഡിറ്റ്ജി എന്നെ ഒരു പ്രധാനപ്പെട്ട മാൻഡേറ്റുമായിട്ടാണ് അയച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യണമെന്നാണ്. നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി മറന്ന് ഇങ്ങോട്ടെങ്ങാനും വന്നാണോ? ആദ്യത്തെ കല്യാണം കഴിഞ്ഞ് 7 വർഷമായി, രണ്ടാമത്തെ കഴിഞ്ഞ് 4 വർഷമായി. ഷാമ്പൻ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്ത് സെലിബ്രേറ്റ് ചെയ്യാനാ? നമ്മുടെ വിജയം. ഇത്രയും മാസങ്ങൾക്ക് ശേഷം നമ്മുടെ വിജയം സെലിബ്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയോ? നിങ്ങളെ സംബന്ധിച്ച് കേസ് അവസാനിച്ചിരിക്കുന്നു, പക്ഷേ എനിക്ക് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക. എന്താ ഇപ്പോഴും ഓടുന്നെന്നോ? നിങ്ങൾക്കറിയില്ലേ, പ്രതാപ് ഇപ്പോഴും ജയിലാണുള്ളത്. ഹൈക്കോർട്ട് അവരുടെ അപ്പീൽ റിജക്ട് ചെയ്തിരിക്കുന്നു. പുറത്തു വരുന്നത് കുറച്ച് കഷ്ടമാണ്. 15 മാസം 5 വർഷമാക്കി മാറ്റിയിരിക്കുകയാണ്. എന്താ അങ്ങനെ? പ്രതാപിന് സിന്ധി സമൂഹത്തിൽ നല്ല പിടിപാടുണ്ട്. പ്രേമിന് ന്യായം കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ്. റാം, പ്ലീസ് ഡു സംതിങ്. എന്തെങ്കിലും ചെയ്ത്. പ്രതാപ് ഇസ് ലൈക്ക് എ ഫാദർ ടു മീ. ഒരു വഴിയുണ്ട്, പക്ഷേ ശരി, അത് വിട്ടേക്ക്. എന്താണെന്ന് പറയൂ. ഞാനിവിടെ പ്രേമിന്റെ വിജയം ആഘോഷിക്കാനാണ് വന്നിരിക്കുന്നത്. ചിയേഴ്സ്. എനിക്കറിയണം എന്ത് വഴിയാ. അത് നിങ്ങളെ കൊണ്ട് പറ്റില്ല. റാം, പ്ലീസ് ഡോണ്ട് വറി അബൌട്ട് ദ മണി. ഐ വിൽ സോർട്ട് ഇറ്റ് ഔട്ട്. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ പുറത്ത് കൊണ്ടുവന്നേ പറ്റൂ. മഹാരാഷ്ട്ര ഗവർണറുടെ ഓഫീസിൽ നിന്ന് ഈ ലെറ്റർ വന്നിരുന്നു. ഇവർ പ്രതാപ് ചേട്ടനെ പുറത്തേക്ക് എടുക്കാൻ തയ്യാറായിരിക്കുന്നു. പക്ഷേ നീ അതിന് പകരം കാവസ് നാനാവതി മേഴ്സി പെറ്റീഷനിൽ സൈൻ ചെയ്യണം. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ.